നമുക്ക് വീഡിയോ എടുക്കാൻ ആളെ കിട്ടിയിട്ടുണ്ട് ഗായ്സ്. ഇന്ന് കഴിഞ്ഞാൽ ഓർത്തെ ഹലോ ഗായ്സ്. അപ്പോൾ നമ്മൾ രാവിലെ അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. അമ്പലത്തിൽ വന്നു കയറി എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ തൃപ്പാറമ്പലത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്, കൈപ്പട്ടൂർ ഭാഗത്തുള്ള. പിന്നെ അങ്ങനെ അമ്മയുണ്ട്, നോക്കിങ്ങോട്ട് ആയി പറഞ്ഞു. അമ്മയുണ്ട്, ഞാനും ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ അമ്പലത്തോട്ട് പോയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ. രാവിലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അമ്മ നടന്ന് ചാടുമായിരുന്നു. 9 മണിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവസാനം 9 മണിക്ക് വന്ന് 9 മണിക്ക് മുന്നേ വന്നില്ലെങ്കിൽ എന്തുവാ രസീത് കിട്ടത്തില്ലെന്നോ എന്ന് പറയുന്നത്. അവസാനം അങ്ങ് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ വീഡിയോ തുടങ്ങുവാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ഇവിടുന്ന് കുറച്ച് പേരേ ഉള്ളൂ. എന്തോന്നു സ്പീഡ് കുറയ്ക്കാം ഗൈസ്. എൻ്റെ ഭയങ്കര വിഷയം ഗൈസ്. വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര സ്പീഡായിട്ടാണ് സംസാരിക്കും. ഹോൾഡർ ആണ്. നമുക്ക് വീഡിയോ എടുക്കാൻ ആളെ കിട്ടിയിട്ടുണ്ട് ഗായ്സ്. നേരെ ഇതെന്ത് വരുന്നത് സെൽഫി എടുക്കും. കൈക്കിരി ഇതിനെ കാണണ്ടേ? എന്താ പറയാനൊക്കെ നമ്മളിങ്ങനെ കൈപ്പിട്ട് ഒരു ഭാഗത്തോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. ലോറി കണ്ടു. നമ്മള് ഓവർടേക്ക് ചെയ്ത് പോവാണ്. പിന്നെന്തുവാ, സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. കൈപ്പിട്ടൊരു അതിന് നമുക്ക് ഇവിടെ കയറാം. നമുക്ക് ഒരു അമ്പലത്തിൽ കേട്ടിട്ട് നമ്മള് ഭക്തിമയമാണ്. അതകത്തോട്ട് കേട്ടിട്ടാ മതി. മൊത്തം ഭക്തിമയമാണ്. അമ്പലങ്ങളെല്ലാം പോയി. അമ്മൻകോവിൽ അമ്മൻകോവിൽ എന്ത് കാര്യം ചെയ്തതിനും കുറച്ച് ഭക്തിമയം വേണം, മനസ്സിലായി? ഇപ്പോൾ ഞങ്ങൾ അമ്മൻകോവിൽ അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. നേരത്തെ പോയ തൃപ്പാറ എന്ന അമ്പലത്തിലാണ്, ശിവന്റെ അമ്പലത്തിലാണ്. ഇതേത് അമ്പലമേ? ഇതാരുടെ അമ്പലം? കേരളത്തിലെ ഏക 3 മുഖമുള്ള വയസ്സപ്പോണ്ട് അമ്പലത്തിലൊക്കെ പോയിട്ടാണ്ട് ഇപ്പോൾ അന്നനെയൊക്കെ തൊട്ടു. ഇപ്പം അമ്മയുണ്ട് അവിടെ എണ്ണ വാങ്ങിച്ച് എൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടി കയറിയേക്കുക. ഞാനിപ്പോൾ ഉണ്ട് വണ്ടി എടുത്തോട്ട് പോവുക. ഇനി നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മുടെ ആ വർക്കിൻ്റെ ആണ്, ഫ്രീലാൻസിങ്ങിൻ്റെ ആണെങ്കിലും നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് ഞാനിപ്പോൾ 2-3 ദിവസം വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോയേക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഒട്ടും പറ്റില്ല, നമുക്ക് അവിടെ വൈഫൈ ഇല്ലായിരുന്നു. സോ ഇപ്പോൾ നമ്മൾ ബാക്കി ഡെയിലി ഇനി പഴയ പോലെ ആക്കണം. പിന്നെ വീട്ടിൽ പോയി കുറച്ച് പ്ലാനുണ്ട്, ഇതെല്ലാം ഞാൻ പറയാം, വഴി വെച്ച് പറയാം. ചെന്നിട്ട് എന്തായാലും ഇപ്പോൾ വേണ്ട അമ്മ വന്നു. ഇനി നമുക്ക് വണ്ടി കയറി വീട്ടിൽ ചെന്നിട്ട് ഇതിനെ കഴിച്ചിട്ട് ബാക്കിയാണ് ചെയ്യാം. ഓക്കെ, ഞങ്ങൾ ഓർത്തുകൊണ്ടിരുന്നു ഗണപതി ഹോമം ഞങ്ങൾ വാങ്ങിച്ചിട്ട് അത് തിന്ന്. പ്രസാദം തന്നതാ. കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് കഴിച്ച് എപ്പോഴും ഇപ്പൊ മറ്റേ വീഡിയോ എടുക്കാം. പണ്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്ന പറയുമ്പോൾ എപ്പോഴും ഓർക്കുമായിരുന്നു ബ്ലോഗ് എടുക്കുന്ന സമയത്ത്. ഇപ്പൊ എടുക്കാത്തതുകൊണ്ട് ഒരു ബോധമുള്ള സാധനമില്ല. എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യം വന്ന വീഡിയോ എടുക്കാൻ മറന്നു. ഇപ്പൊ ഈ ഗണപതി ഹോമം കഴിക്കുന്ന കാണിക്കാൻ വേണ്ടി വീഡിയോ എടുക്കുന്ന ശേഷം മറന്നു. ഇന്ന് കഴിഞ്ഞാൽ ഓർത്തെ വീഡിയോ എടുക്കണമെന്ന്. അപ്പൊ ഞങ്ങൾ പോവുകയാണ്. ഇനി ഒന്നും ഇല്ല, ഇനി ഞാൻ വീട്ടിൽ കാണാം. ഓക്കെ, ബൈ. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിരിക്കുകയാണ്. വീട്ടിൽ വന്നു. എന്നിട്ട് ഇപ്പോൾ ഇനി സംഭവം എന്ന് പറയുന്നത് ചെയ്യാൻ പോകുന്നത് ഞാനാണേലും ഈ ഫൈബർ എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ നോക്കി എന്തൊക്കെയാണ് അത് വേണ്ടത്, എന്തൊക്കെ ചെയ്യണം. ഒരു ഗിഗ്സ് ഉണ്ട്. ഗിഗ്സ് എന്ന് പറയുമ്പോൾ നമ്മളിതിൽ ആൾക്കാർ നമ്മുടെ സർവീസ് വാങ്ങണമെങ്കിൽ നമ്മൾ ഗിഗ്സ് നോക്കിയാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ആ ഗിഗ്സൊക്കെ എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ നോക്കി കുറേ കാര്യങ്ങൾ നോക്കി. അപ്പോൾ കുറേ കാര്യം ഞാൻ റിസർച്ച് ചെയ്തു ഫൈബറിനെ കുറിച്ച്. ഇപ്പോൾ നോക്കിയപ്പോഴാണ് ഫൈബർ ഭയങ്കര കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ ഈ ഫൈബറിൽ കുറേ കോമ്പറ്റീറ്റീവേഴ്സ് കുറേ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പിടിച്ചിരിക്കാൻ പാടാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഫൈബറിൽ ഒരു ബിഗിനറായിട്ട് കയറാൻ പറ്റത്തില്ല. ഇതിനെക്കാട്ട് 10 ഇരട്ടി നല്ല സ്കില്ലുള്ള ഈ ആൾക്കാർ കുറേ പേര് നമ്മുടെ ഫൈബറിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ബിഗിനർ എന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും ഫൈബറിൽ പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ വിജയിക്കുന്നത് പറയുമ്പോൾ മാക്സിമം ഞാൻ എൻ്റെ സ്കില്ല് നല്ലപോലെ മാസ്റ്റർ ചെയ്ത് നമ്മുടെ ഇൻസ്റ്റയിൽ, നമ്മുടെ സ്യൂസ് എഫക്ട്സ് എന്ന് പറയുന്ന ഇൻസ്റ്റയിലും, പിന്നെ എനിക്ക് യൂട്യൂബിൽ തുടങ്ങിയത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, സ്യൂസ് എഫക്ട്സ് എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ ആ ടീമിലൂടെ ഇടാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നല്ലപോലെ മാസ്റ്റർ ചെയ്യുക. ഈ സ്കില്ല് നല്ലപോലെ മാസ്റ്റർ ചെയ്തിട്ട്
നമുക്ക് അവന്മാരുടെ ലെവലിൽ തന്നെ എത്തുന്ന രീതിയിലാക്കിയിട്ട് മാത്രം ഫൈബറിൽ കയറുന്ന ഏറ്റവും ബെറ്റർ. ഞാൻ ഫൈബറിലാണ് ഞാനിപ്പോൾ ഫ്രീലാൻസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്, ഫൈബറിലും അപ്വർക്കിലും. അപ്പോൾ ഞാൻ ഫൈബറിൽ ഇപ്പോൾ ആദ്യം നോക്കിയത്, ഫൈബറിൽ വെച്ച് നോക്കിയപ്പോൾ ഫുള്ള് കോമ്പറ്റീറ്റീവ്സ് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ നമ്മൾ ബിഗിനേഴ്സ് ഒരിക്കലും ഫൈബറിൽ നമുക്ക് ഫ്രീലാൻസ് ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങൾ ഫ്രീലാൻസ് ചെയ്യുവാണെങ്കിൽ കൂടുതലും നല്ലപോലെ സ്കില്ല് നല്ലപോലെ മാസ്റ്റർ ചെയ്ത് നല്ല സ്കില്ല് നല്ലപോലെ ഇത് അപ്ഗ്രേഡ് ചെയ്തിട്ട് മാത്രമേ ഫൈബറിൽ പോയി നമ്മളെ ഗിഗ്സൊക്കെ ഉണ്ടാക്കിയിടാം. കാരണം ചുമ്മാ നമ്മളൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി ചുമ്മാ വഴി എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഗിഗ്സ് നോക്കിയിട്ടൊന്നും നമ്മുടെ ഈ ഫൈബർ എന്ന് പറയുമ്പോൾ ഫൈബർ നമ്മൾ അതുപോലെ നല്ലപോലെ പഠിച്ചു വെക്കണം. കാരണം വെച്ചാൽ ആൾക്കാർ നമ്മളൊരു ഫൈബറിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളൊരാളെ ഒരാളുടെ സർവീസ് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് അതുപോലെ നമ്മുടെ സംഭവം അവർക്ക് എത്തണം എന്ന് പറയുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടണം നമ്മുടെ ഗിഗ്സ്, അതാണ് സംഭവം. അപ്പം അതുപോലെ നമ്മുടെ ഗിഗ്സ് അതുപോലെ നല്ല എന്താ പറയുന്നത് അട്രാക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ അത് എങ്ങനെ ആക്കണമെന്ന് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ കൂടുതലും ഫൈബറിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് എൻ്റെ സ്കില്ല് ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി, സ്കില്ല് മാക്സിമം മാസ്റ്റർ ചെയ്യാൻ വേണ്ടി, ഈ വീഡിയോ എഡിറ്റിംഗ് സ്കില്ല് നല്ലപോലെ മോഷൻ ഡിസൈനിങ്ങും കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിച്ച് നല്ലപോലെ മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. അപ്പോൾ അത് മാക്സിമം മാസ്റ്റർ ചെയ്യുക. ആ സ്കില്ല് മാസ്റ്റർ ചെയ്തിട്ട് പതുക്കെ നമുക്ക് ഫൈബറിലോട്ട് കയറാം. കാരണം ചാടി കയറി നമ്മളൊരു ഒത്തിരി അത്യാവശ്യം എഡിറ്റിംഗ് അറിയാമെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അത്ര അഡ്വാൻസ്ഡ് ഒന്നുമല്ല. അപ്പോൾ അഡ്വാൻസ്ഡ് രീതിയിലുണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് ഇറങ്ങാം, ഫൈബറിൽ കയറി കാര്യമുള്ളൂ. കാരണം വെച്ചാൽ അങ്ങനെയുള്ളവർക്ക് ഫൈബർ ഉള്ളൂ, ബിഗിനേഴ്സിന് ഒരിക്കലും ഫൈബർ പറ്റത്തില്ല. സോ അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ട് മാത്രം ഫൈബർ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ്. ഫൈബർ എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമൊന്നുമല്ല ഗൈസ്. ഫൈബർ എന്ന് പറയുമ്പോൾ ഒത്തിരി കോമ്പറ്റീറ്റീവ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് അവരെക്കാൾ അപ്ഡേറ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ബാക്കിലായിരിക്കും. ഒരിക്കലും ഒരു ബിഗിനേഴ്സിന് ഫൈബർ പറ്റത്തില്ല. നമ്മൾ നല്ല മാസ്റ്റർ നല്ല എന്ത് സ്കില്ലാണോ അതിലെടുത്തിരിക്കുന്നത് ആ സ്കിൽ നല്ല മാസ്റ്റർ ചെയ്തിരിക്കണം. അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്നാലും അവർക്ക് മാത്രമേ ഫൈബർ കാര്യമുള്ളൂ. മനസ്സിലായോ? അപ്പം നമ്മൾ പറ്റത്തില്ലെന്ന് പറഞ്ഞ് മാറിയിരിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കത്തില്ല. റിസ്ക് എടുത്താലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് മാറ്റി പോകാം. ഓക്കെ.